അങ്ങനെ നമ്മൾ ജടായു ശില്പത്തെ അയ്യോ കറക്റ്റാ കണ്ടു. ഇതാണ് ജടായു. അതായത് ഈ ജടായു എന്ന് പറയുന്നത് രാമായണത്തിലെ ഒരു കഴുകൻ്റെ രൂപമുള്ള ഒരു അർത്ഥദൈവമായിട്ടാണ് ജടായുവിനെ പറയുന്നത്. ഇതിഹാസമനുസരിച്ച് രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുമ്പോൾ ജടായു സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇവിടെ നിന്നുള്ള ഓവർ വ്യൂ അടിപൊളിയാണ് കേട്ടോ. താഴോട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കിടിലനാണ്. അപ്പോൾ അങ്ങനെ ജടായു രാവണനുമായിട്ട് ധീരമായിട്ട് യുദ്ധം ചെയ്തു. എന്നാൽ ജടായു വളരെ പ്രായമായതിനാൽ രാവണൻ ഉടൻ തന്നെ അവനെ പരാജയപ്പെടുത്തി ചിറകുകൾ വെട്ടിമാറ്റി. ജടായു ചടയമംഗലത്ത് പാറകളിൽ വീണു. രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ അടിയേറ്റ് മരിക്കുന്ന ജടായുവിന് മുന്നിൽ യാദൃച്ഛികമായി രാവണനുമായുള്ള യുദ്ധത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും രാവണൻ തെക്കോട്ടാണ് പോയതെന്ന് അവരോട് പറയുകയും ചെയ്തു. ഇതാണ് ശരിക്കും പറഞ്ഞ ഇതിഹാസത്തിലെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥയനുസരിച്ചാണ് ഈ ജടായു പാറയ്ക്ക് ജടായു പാറ എന്നുള്ള പേര് വന്നത്. കണ്ടില്ലേ? അത് പിന്നീട് ഒരു പാറയായിട്ട് നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ പാറ പിന്നീട് ഇതുപോലൊരു സ്കൾപ്ചർ രൂപത്തിൽ ചെയ്തതാണ്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അടിപൊളി സീനറിയാണ്. പിന്നെ ഇവിടെ വുമൺസ് സേഫ്റ്റി ആൻഡ് ഓണർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. രാജീവ് അഞ്ചൽ സ്കൾപ്ചർ. രാജീവ് അഞ്ചലിൻ്റെ സ്കൾപ്ചറാണ്. അതായത് അദ്ദേഹം ഒരു സംവിധായകനാണ്. അടിപൊളി. പിന്നെ ഇവിടെ ഒരു പക്ഷിയുടെ ചിറകിനടിയിലായിട്ട് ഒരു ഗുഹ പോലൊരു സംഭവം. ഈ പക്ഷിയുടെ ചിറകിനടിയിലായിട്ടാണ് കാണിച്ചത്. ചിറകിനടിയിൽ ഗുഹ പോലെ ഒരു സംഭവം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്കൾപ്ചറിൻ്റെ അടിയിലാണ്. കണ്ടോ? പാറയ്ക്കടിയില്ല. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം കണ്ടത് ഒരു നാച്ചുറൽ ഗുഹയൊന്നുമല്ല. ഇത് ശരിക്കും ഈ ജടായുവിൻ്റെ ശില്പം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഒരു ഗുഹ പോലെ നമുക്ക് തോന്നിക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ അത് ഗുഹയെന്നൊക്കെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ അതിനെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനടിയിൽ കുറേ എനിക്ക് തോന്നുന്നു അതിനടി മ്യൂസിയം, ആർട്ട് ഗ്യാലറികൾ, ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഒരുങ്ങുന്നുണ്ട്. പക്ഷെ ഒന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. നമുക്കിപ്പോൾ അതിനകത്തൊന്നും കയറി കാണാനോ അല്ലെങ്കിൽ അതിനകത്തെ അനുഭവങ്ങളൊന്നും ആസ്വദിക്കാനോ പറ്റില്ല. നോ എൻട്രിയാണ് അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല മ്യൂസിക്കുകളും ഒക്കെ ഇട്ട് അവിടെ കുറച്ച് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം, ചായ കാപ്പിയൊക്കെ കുടിക്കാം, ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടും. ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. അവിടെ ഈ ബോക്സും സൗണ്ട്, ഈ മ്യൂസിക്കിനുള്ള സംവിധാനമൊക്കെയാണ്. അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഗുഹയ്ക്കടിയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ ഈ ചിറകിനടിയിൽ ചെറിയ ചെറിയ ഗുഹ പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇത് കണ്ടില്ലേ, ആ ജടായുവിൻ്റെ ശില്പം തീർത്തിരിക്കുന്ന ആ ശരിക്കും കഴുകൻ്റെ രൂപത്തെ അതിമനോഹരമായിട്ട് സൃഷ്ടിച്ചെടുത്തിരിക്കുക. പെയിൻ്റൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പെയിൻറ്റ് പോയതാണോ അത് ആ രൂപത്തിൽ ചെയ്തിരിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് മിനറൽ വാട്ടർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് മിനറൽ വാട്ടർ കിട്ടും. അത് കുടിക്കാം. അത് ഗ്ലാസ്സും ഒക്കെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഒരു ലിഫ്റ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അവിടുന്ന് തിരിഞ്ഞു വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഉദ്യാനം. അവിടെ നമുക്ക് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങി കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതൊരു ഈ പാറയ്ക്ക് മുകളിലാണ് ഈ മണ്ണുകൊണ്ട് ഈ ഉദ്യാനം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള റിഫ്രഷ്മെൻ്റ് ഏരിയ ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഈ ശരിക്കും ഈ ശില്പത്തിൻ്റെ അടിവശം എന്ന് പറയുന്നത് എന്തൊക്കെയോ പർപ്പസിന് വേണ്ടിയിട്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഒരു 6D തിയേറ്ററാണ്. ഇതും ഓപ്പണിംഗ് അല്ല. കണ്ടില്ലേ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോ എൻട്രി.
അതൊക്കെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും ഫങ്ഷനിങ് ആയില്ല. നമ്മൾ ഈ ചിറകിനോട് തൊട്ട് ചേർന്ന് തന്നെ നടക്കുന്നത്. ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ, ഈ പാറയ്ക്ക് മുകളിലെത്തിയാൽ നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു മിനി സ്റ്റേഡിയം പോലെ അലങ്കരിച്ചിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് അവതരിപ്പിക്കാം. അതിനുള്ളൊരു മിനി സ്റ്റേഡിയം കണ്ടില്ലേ. ആ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ആ സ്റ്റേഡിയത്തിലോട്ടൊന്ന് കയറി നോക്കാം. ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഗ്യാലറി പോലെ ഉണ്ടാക്കിയിട്ടിട്ട്, എന്ന് പറഞ്ഞൊരു 5-6 സ്റ്റെപ്പ് ഗ്യാലറി പോലെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഗ്ലാസ് കൊണ്ട് ചെയ്തിരിക്കുക. അതൊന്ന് പോയി കാണാം. എനിക്ക് തോന്നുന്നു അവിടെ നിന്നുകൊണ്ട് പിന്നെ താഴത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. കൊള്ളാം. ഇവിടെ കണ്ടില്ലേ ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാലറിയിൽ ആളുകൾക്കൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ പേഴ്സണലി വേണ്ടുന്ന ചില ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കലാപരിപാടികളൊക്കെ അവിടെ വെച്ച് അവതരിപ്പിക്കാം. അതിനെ ഉദ്ദേശിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടൂറൊക്കെ വരുന്നവർക്കേ, ഇപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നൃത്തം ചെയ്യാൻ കഴിവുള്ളവർ അവർക്ക് ഈ സ്റ്റേജിൽ കയറി നിന്ന് പെർഫോം ചെയ്യാം. അപ്പോൾ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് പിന്നെ അവിടെ ഗ്യാലറിയിലിരുന്ന് അത് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളും. നല്ല സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതാ ഈ താഴോട്ട് കാണുന്ന സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയാൽ നമുക്ക് യൂറിനലാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് പഴയ പാറ പോലെ തന്നെ കിടക്കുക കേട്ടോ, ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ്. എന്തായാലും ഈ ഇത്രയും ഉയരത്തിൽ ഈ പാറയ്ക്ക് മുകളിൽ ഇത്ര മനോഹരമായിട്ട് ഒരു ശില്പം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മനോഹരമായിട്ട് ചെയ്തത് മാത്രമല്ല, അതിനെ അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഗ്ലാസ്. അവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട്, അതായത് ആൾക്കാർ അങ്ങോട്ട് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ പാറയ്ക്ക് മുകളിൽ ഈ മതിലൊക്കെ കെട്ടിയിരിക്കുന്ന സിമെന്റ് കൊണ്ടാണത്. കണ്ടില്ലേ, അടിപൊളി. വേറൊരു ലോകത്തെത്തിയ മാതിരി ഉള്ളൊരു അനുഭൂതിയാണ് കേട്ടോ. എത്രമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. സമുദ്രനിരപ്പിൽ നിന്ന് നല്ല ഉയരത്തിലല്ലേ. അടിപൊളി. ഇതൊരു നല്ല പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഈ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റേഡിയം, ഒരു മിനി സ്റ്റേഡിയം, അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേക കളറൊക്കെ ചെയ്ത് കണ്ടില്ലേ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്റ്റേജിൽ പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റും. പെർഫോം ചെയ്താൽ ആ പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് അവിടെ ദൂരെ ഒരു അമ്പലം കാണാം. കണ്ടില്ലേ, നമുക്ക് നേരെ ആ അമ്പലത്തിലോട്ട് പോവാം. ശ്രീരാമൻ്റെ അമ്പലമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജടായുവിൽ ഇങ്ങനൊരു സ്കൾപ്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ ക്ഷേത്രമുണ്ട്. അത് പക്ഷേ ഇത്രയും വിപുലമായ രീതിയിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ഒരു ചെറിയ രീതിയിൽ ക്ഷേത്രവും അതിനോടൊപ്പം തന്നെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമുക്കെന്തായാലും അവിടോട്ടൊന്ന് പോവാം. അത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പിന്നെ വിപുലമായിട്ട് മനോഹരമായിട്ട് ആ ക്ഷേത്രം പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുനർനിർമ്മാണമൊക്കെ നടത്തി അത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ്. ഇഷ്ടംപോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇവിടെ ചെയ്തിരിക്കുന്ന കടകളൊക്കെ കണ്ടില്ലേ, എനിക്കൊന്ന് ഈ ടെമ്പററിലി അറേഞ്ച് ചെയ്യാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെങ്കിൽ അതിനെ മാറ്റി മറ്റെവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അതായത് ഈ
പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടകളൊന്നും അല്ല, ടെമ്പററിലി അറേഞ്ച് ചെയ്തിരിക്കുന്ന. കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പാണ്. ഇവിടെ ഈ വിഗ്രഹങ്ങളൊക്കെ, അത് പക്ഷെ തുറന്നിട്ടില്ല, വിൽക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ, തുറന്നിട്ടില്ല. പക്ഷെ ഇവിടെ കണ്ടില്ലേ, കീപ്പ് യുവർ ഫുഡ് വെയർ, നമ്മുടെ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ വരെ നമുക്ക് ചെരുപ്പിട്ടുണ്ട് കയറാൻ പറ്റും. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജടായുപ്പാറയുടെ മുൻകാല ചരിത്രത്തെക്കുറിച്ചും അതേപോലെ അവിടെ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലോട്ടസ് ഫീറ്റ്, അതായത് കഴുകൻ്റെ കാല്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് ടു രാമാസ് ലോട്ടസ് ഫീറ്റ്. അതിനെക്കുറിച്ചൊരു വിശദമായ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടുവേർഡ്സ് ഫീറ്റ് എന്നൊക്കെ വെച്ചിട്ട് അവിടെ ഈ പാദങ്ങൾ പൂജിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് അങ്ങോട്ട് ബാക്കി കാഴ്ചകൾ കാണുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് കാണാം. ഇൻഫർമേഷൻ സെന്റർ, ഇഷ്ടംപോലെ കുരങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കുരങ്ങുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇവിടെ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ചില ജടായു രാമ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു രൂപം ഇവിടെ അങ്ങനെ കാണിച്ചിരിക്കുക. ശ്രീരാമപാദം, അതായത് ഇവിടെ ശ്രീരാമപാദം എന്ന് പറയേണ്ടത് അത് ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇതാണ് ശ്രീരാമപാദം. അത് പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, അവിടെ തൊഴാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇത് കൊക്കരണി, അതായത് ഈ ജടായുവിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട ഒരു സംഗതിയാണെന്നാണ് പറയുന്നത്, കൊക്കരണി. ശ്രീ കോദണ്ഡരാമ ക്ഷേത്ര ട്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഈ വഴിപാടും കാര്യങ്ങളൊക്കെ, അതിൻ്റെ വഴിപാടിൻ്റെ എത്രയാണ് തുകകൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു മനോഹരമായിട്ട് ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് കൊള്ളാം. ഇവിടെ ഇത്രയും ഭാഗത്തേ ഉള്ളൂ പക്ഷേ ഈ ഇതിട്ടിരിക്കുന്നത്, ഈ ടൈലിട്ടിരിക്കുന്നത്. അപ്പുറത്തോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പാറ തന്നെയാണ്. നമുക്കെന്തായാലും ഇനി ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കല്ലുകൊണ്ടാണ് കേട്ടോ, കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, താഴികക്കുടം, അതിലൊക്കെ ഒരു സൈഡിലൊരു കമ്പ് പോലെ കണ്ടില്ലേ. എനിക്ക് തോന്നി ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള എന്തോ ഒരു സംവിധാനമാണത്. അത് നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ആ ലിഫ്റ്റിൻ്റെ സൈഡിലും കണ്ടു. ഇത് ശരിക്കും ഒരു ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ, അതിന് ചുറ്റിനും ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ശ്രീകോവിലിന് ചുറ്റിനുമായിട്ട് ഓരോരോ വിഗ്രഹങ്ങൾ, സ്വാമി സത്യാനന്ദ സരസ്വതി, അങ്ങനെ പലരുടെയും വിഗ്രഹങ്ങൾ ഒരു പിന്നെ പ്രത്യേക രീതിയിൽ സ്ട്രക്ചറിൽ പ്രത്യേക രീതിയിലൊരു കൂട് പോലെ ഉണ്ടാക്കി അതിനകത്ത് ഗ്ലാസ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശ്രീ നീലകണ്ഠ ഗുരുപാദം. ക്ഷേത്രത്തിൽ എന്തോ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കണ്ടില്ലേ, ശബ്ദം മണിയടിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനേ, ക്ഷേത്രത്തിന് അകത്തെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. എന്നിട്ട് വരുന്ന വഴിക്ക് തന്നെ ക്ഷേത്രത്തിനുള്ളിലെ വീഡിയോസ് എടുക്കല്ലേ, പുറത്തൊക്കെ എടുക്കാം, അതിന് അനുവാദമുണ്ട്. ഉള്ളിലെ വിഗ്രഹത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇവിടെ മണി അടിച്ചുകൊണ്ടിരിക്കുക. പൂജകൾ നടക്കുമ്പോൾ പുറത്ത് വലിയൊരു മണിഗോപുരം എന്ന് തന്നെ പറയാം, ചെറിയൊരു റൗണ്ടിലുണ്ടാക്കിയിട്ട്
കണ്ടില്ലേ, ഇതൊക്കെ നാച്ചുറൽ പാറയാണ്. തറയിൽ അവിടെ ഒന്നും ടൈലും ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ നല്ല പിന്നെ ആഴമുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലേ. അതുകൊണ്ടെല്ലാം ഇതേ രീതിയിൽ ഗ്ലാസും ഗ്രില്ലിട്ടിട്ട് അതിൽ ഗ്ലാസ് ഇട്ട് റെഡിയാക്കി. ഇവിടെ ഗ്ലാസ് ഇല്ല കേട്ടോ, ഇവിടെ ഗ്രില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ സേഫ്റ്റിക്കൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, സേഫാണ് സംഭവം, സ്ഥലം സേഫാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ക്ഷേത്രത്തിൽ കയറിയും തൊഴുതായിരുന്നു കേട്ടോ. തൊഴുതിട്ടിറങ്ങി ഇവിടെ കണ്ടില്ലേ എന്തോ പൂജകൾ ഒക്കെ നടക്കുക. ഇവിടെ വീരജടായു. അപ്പോൾ ഓരോന്നിൻ്റെയും പിന്നെ ഓരോ മൂർത്തികളുടെയും ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. അഭിഷേകം എന്തോ നടക്കുക കണ്ടില്ലേ, പാലിങ്ങനെ ഒഴുകി വരുന്നു. നമുക്കിത്തിരി തീർത്ഥമൊക്കെ കുടിക്കാം. ശ്രീകോവിലിൻ്റെ ഓവിൽ കൂടെ പാലിങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ അവിടെ കയറി ഇത്തിരി തീർത്ഥമൊക്കെ കുടിക്കാമെന്ന് വെച്ചു. എന്തായാലും നമുക്ക് മനോഹരമായ ഒരു അനുഭവം, ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത് കേട്ടോ. ഭഗവാന്റെ പൂജകളൊക്കെ നടക്കുന്ന സമയം ആയതുകൊണ്ടേ കൊള്ളാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.